2024 മെയ് 17 CPM നേതൃത്വത്തിന് ഷർഷാദ് അയച്ച പരാതിയുടെ പകർപ്പ് പുറത്ത്. MV ഗോവിന്ദനെതിരെയുള്ള ആരോപണങ്ങൾ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ചാണെന്ന് കത്തിലുണ്ട്. ശ്യാംജിത്തിനെതിരെ പറഞ്ഞതും രാജേഷ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാജേഷ് കൃഷ്ണയ്ക്കെതിരായുള്ള ഓൺലൈൻ ചാനലിലെ ഇന്റർവ്യൂവിന് ശേഷം പാർട്ടി നൽകിയ കത്തിലാണ് വിശദീകരണം. ഗോവിന്ദനെതിരെയുള്ള ആരോപണങ്ങൾ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ചാണെന്ന് ഈ കത്തിൽ പറയുന്നു. അതായത് ഇവർ സൗഹൃദത്തിലായിരുന്ന സമയത്ത് രാജേഷ് കൃഷ്ണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൽ പറയുന്നത്. MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെ കാര്യങ്ങൾ ഉന്നയിച്ചതും ഈ രാജേഷ് നൽകിയ വിവരങ്ങളുടെ എങ്ങനെയാണ് ഈ കേസിൽ നിർണായകമാവുന്നത്, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിർണായകമാവുന്നത്, എന്തൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്? MV ഗോവിന്ദന്റെ മകനാണ് ഈ കത്ത് പാർട്ടിക്ക് കൊടുത്ത കത്ത് ചോർത്തിയതാണ് ഇപ്പോൾ ഷർഷാദിന്റെ ആരോപണം. എന്നാൽ 2024 മെയ്യിൽ ഒരു കത്ത് CPM സംസ്ഥാന കമ്മിറ്റിക്ക്, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് നൽകിയിരുന്നു. ഈ ഷർഷാദ് നൽകിയിരുന്നു. അതിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും ആ കത്തിൽ ഉണ്ടായിട്ടില്ല. പകരം MV ഗോവിന്ദനെ താൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാക്കളാണെന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത്. മാത്രവുമല്ല, രാജേഷ് കൃഷ്ണക്കെതിരെയുള്ള ആരോപണമാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. രാജേഷ് കൃഷ്ണ ഈ പാർട്ടി നേതാക്കളുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ ചൂഷണം ചെയ്യുന്നു. അതാണ് തന്റെ പ്രധാന പരാതി. കഴിഞ്ഞ വർഷം മെയ് 17 ഈ കത്ത് പാർട്ടിക്ക് CPM അയച്ചിട്ടുള്ളത്. പാർട്ടി നേതാക്കൾക്കും ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരാണ് വിവരങ്ങൾ രാജേഷ് കൃഷ്ണയാണ് തന്നോട് പറഞ്ഞത്. അത് പ്രകാരം താൻ ആ ഒരു അഭിമുഖത്തിൽ, ഓൺലൈൻ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് CPM നേതാക്കളുടെ ആരുടെയും പേരിൽ ആരോപണമോ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെയുള്ള ആരോപണങ്ങളോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പൂർണ്ണമായും ആരോപണങ്ങൾ MV ഗോവിന്ദനെതിരെയാണ്. ആ സാഹചര്യത്തിലാണ് CPM ഈ കത്ത് പുറത്തുവിടുന്നത്. അന്ന് പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ദുരൂഹതയുണ്ട് എന്നാണ് CPMന്റെ ആരോപണം. അത് തുറന്നു പറയുന്നതിന് പകരം അത്തരം ഒരു കത്ത് പുറത്തുവിടും, ഷർഷാദിന്റെ നേരത്തെയുള്ള കത്ത് പുറത്തുവിടുകയാണ് CPM ചെയ്യുന്നത്. ശ്രീജ, ഈ ഷർഷാദ് പറയുന്നത് എല്ലാം അസംബന്ധമാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നേതാക്കൾ ശ്രമിക്കുന്നത്. ഈ കത്തിലൂടെ ഇപ്പോൾ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ച് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതിനുശേഷം ഇപ്പോൾ രാജേഷ് കൃഷ്ണക്കെതിരെ വീണ്ടും ആരോപണം, അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് ഷർഷാദ്. ഇതാണോ ഈ കത്തിലൂടെ CPM സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? സ്വാഭാവികമായി അതുകൂടി തന്നെയാണ്. കാരണം ഷർഷാദ് നേരത്തെ ഈ ആരോപണം ഷർഷാദ് ഉന്നയിച്ചതാണ്. അന്ന് പാർട്ടി ആ രീതിയിൽ ഒന്നുമില്ല എന്ന് കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയതാണ് CPM നേതാക്കൾ പരോക്ഷമായി നമ്മളത് പേഴ്സണലി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കാൻ തക്ക ഒരു തെളിവായി കൂടിയാണ് CPM ഇത് ഇപ്പോൾ പുറത്തുവിടുന്നത്. പാർട്ടിക്ക് ലഭിച്ച കത്താണ്. നമുക്കറിയാം CPMന്റെ എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കുന്നത് CPM എന്നതുകൂടി വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഒരു വ്യക്തി അയച്ച കത്ത് CPM പുറത്തുവിടുക എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും അസാധാരണ നടപടിയാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു കത്ത് പുറത്തു പോകുന്നത് അതിലേറെ അസാധാരണമാണ്. അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് CPM ഇപ്പോൾ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നത്. 2024 മെയ്യിൽ ഷർഷാദ് തന്നെ അയച്ച കത്ത്, അതിൽ ഒരിടത്തും CPMന്റെ നേതാക്കൾക്കെതിരായ ആരോപണമില്ല, CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണമില്ല, അദ്ദേഹത്തിന്റെ മകനെതിരായ ആരോപണമില്ല. പകരം രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി പാർട്ടി നേതാക്കളുമായുള്ള ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ആ കാര്യം താൻ പാർട്ടി അറിയിക്കുകയാണ്. പക്ഷേ ആ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ താൻ ചില കാര്യങ്ങൾ പാർട്ടിക്കും സെക്രട്ടറിക്കും ഒക്കെ പറഞ്ഞു പോയത് രാജേഷ് കൃഷ്ണ പറഞ്ഞുകൊണ്ട് മാത്രമാണ് എന്ന് കൂടി വ്യക്തമാക്കുന്ന ഒരു കത്താണ്. സ്വാഭാവികമായും ഷർഷാദിന്റെ ഇപ്പോഴത്തെ ആരോപണങ്ങൾ കഴമ്പില്ലാത്തതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് CPM ഈ കത്ത് ഇപ്പോൾ പുറത്തുവിടുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കിട്ടിയ ഒരു കത്ത് സാധാരണഗതിയിൽ വളരെ രഹസ്യരേഖ CPM സൂക്ഷിക്കാറുള്ള കത്താണ് ഇപ്പോൾ ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് CPM കേന്ദ്രങ്ങൾ നൽകുന്നത്. അസാധാരണമായ ഒരു നടപടിയാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ളത്. MV ഗോവിന്ദനെതിരായ ആരോപണങ്ങൾ ഈ കത്തിൽ പറയുന്നുണ്ട്. ആ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാജേഷ് കൃഷ്ണ പറഞ്ഞിട്ടാണ്. അതായത് രാജേഷ് കൃഷ്ണ ചതിച്ചു, MV ഗോവിന്ദനും മകനുമെതിരെയുള്ള ആരോപണങ്ങൾ രാജേഷ് കൃഷ്ണയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാദം ഈ കത്തിൽ ഇയാൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? രാജേഷ് കൃഷ്ണയാണ് തനിക്കെതിരെ തന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് തന്നെയാണ് പറയുന്നത്. രാജേഷ് കൃഷ്ണക്കെതിരെയാണ് ഇദ്ദേഹത്തിന്റെ ഷർഷാദിന്റെ പരാതിയും. രാജേഷ് കൃഷ്ണയാണ് പലപ്പോഴും CPM നേതാക്കളുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായ പല കാര്യങ്ങൾ ചെയ്യുകയും പല തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തതെന്നാണ് ഷർഷാദ് ആരോപിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഈ കത്തിലും അയാൾ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് CPM നേതാക്കളോട് അല്ലെങ്കിൽ MV ഗോവിന്ദനോടോ മറ്റേതെങ്കിലും നേതാക്കളോട് തനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഷർഷാദ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഈ CBക്ക് നൽകിയ കത്ത് ചോർത്തിയത് പോലും MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്നാണ് ഇപ്പോഴത്തെ പുതിയ ആരോപണം. എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായ ഒരു
ഒരു കത്താണ് നേരത്തെ 2024 മെയ് 17 ഷർഷാദ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഐക്യ സെന്ററിലേക്ക് അടക്കം അയച്ച സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിക്ക് കത്തിന്റെ പകർപ്പുണ്ട്. MA ബേബിക്കുണ്ട്, പ്രകാശ് കാരാട്ടിനുണ്ട്, അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ M സ്വരാജിനുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട KK രാഗേഷ് ഉൾപ്പെടെയുള്ള CPM-ന്റെയും CPM പാർട്ടി നേതാക്കൾക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രമുഖർക്കും ഒക്കെ അയച്ച കത്തിന്റെ പകർപ്പാണിത്. അതിൽ ഒരു തരത്തിലും ഈ CPM നേതാക്കളെ കുറ്റപ്പെടുത്തുകയോ ഇവിടെ ഒരു കാര്യമുള്ളത് പ്രധാനമായി പറയുന്നത് മൈ പോയിന്റ് of concern is only Mr. Rajesh Krishna who has destroyed my family. He claims to be a party member and has been claiming close association with various leaders like Sri MV Govindan and his son Shamjit MV, Thomas Isaac, P. Ramakrishnan, PK Biju, MV Rajesh. He has also been claiming those relationships with P. Shashi, current political secretary of Honorable CM. ഇങ്ങനെ നേതാക്കളുമായുള്ള ബന്ധമൊക്കെ പേര് പറഞ്ഞ് ദുരുപയോഗം ചെയ്യുന്നു രാജേഷ് കൃഷ്ണ. അത് പാർട്ടി അറിയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് നൽകുന്നത്. ഒരു കാര്യം കൂടി പറയുന്നു. ഓൾ മൈ സ്റ്റേറ്റ്മെന്റ്സ് against party leaders and Shamjit are based on information shared by Mr. Rajesh Krishna, who claims to have several videos, sensitive information against them. അതായത് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രാജേഷ് കൃഷ്ണ തന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ നേതാക്കൾക്കെതിരെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ രേഖകളും ദൃശ്യങ്ങളും തന്റെ കയ്യിലുണ്ട് എന്നുകൂടി വിവരങ്ങളുമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ അഭിമുഖം എന്നാണ് ഈ കത്തിൽ ഇയാൾ ഷർഷാദ് പറയുന്നത്. അതായത് രാജേഷ് കൃഷ്ണയ്ക്ക് CPM നേതാക്കളെ ഭയപ്പെടുത്താൻ പേടിപ്പിക്കാൻ തക്ക എന്തോ കാര്യങ്ങൾ അയാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു എന്നുകൂടി തന്നോട് പറഞ്ഞിരുന്നു എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഷർഷാദ്. അതായത് CPM നേതാക്കൾ ഇത്തരത്തിൽ വലിയ വിപുലമായ ബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ഒരുപക്ഷെ അവർ ഭയപ്പെടുന്നതിനുള്ള തെളിവുകൾ അയാളുടെ കയ്യിലുണ്ട് എന്നുകൂടിയാകാം ഒരുപക്ഷെ ഇതിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കത്തിപ്പോൾ CPM പുറത്തുവിടുന്നത് പൂർണ്ണമായും ഷർഷാദ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ്. ശരി, എന്തായാലും അല്പം മുൻപ്, 1 മണിക്കൂർ മുൻപ് ഷർഷാദിന്റെ മുൻ ഭാര്യ രത്തീന ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലും പറയുന്നത് ഇതൊരു കുടുംബ വഴക്കിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു ആരോപണം വരുന്നതെന്നാണ്. ഇതുവരെയും കോടതി നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ നിരന്തരം തന്നെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തപ്പോൾ സഹോദരിയെക്കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയും ആയുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്നെ നാട്ടുകാർക്കിടയിൽ ഇട്ട് ദ്രോഹിക്കാനാകണം എന്നതാണ് രത്തീനയുടെ പോസ്റ്റ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് വെക്കണം. എൻ്റെ കുടുംബം നശിപ്പിച്ച രാജേഷ് കൃഷ്ണക്കെതിരെയാണ് എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2024 ഷർഷാദ് ഈ കത്ത് CPM-ന്റെ ഉന്നത നേതാക്കൾക്കൊക്കെ അയച്ചിട്ടുള്ളത്. ആ കത്ത് 2024 മെയ് 17 ഷർഷാദ് അയച്ച കത്ത് വെച്ചാണ് ഇപ്പോൾ CPM ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത്.